പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തിടെയായിട്ട് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിലേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം യുവാക്കളും യുവതികളും അപകടകരമായിട്ടുള്ള പല റീലുകളും ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ പ്രവണത അടുത്ത കാലത്തായിട്ട് വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെയധികം അപകടം പിടിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവർ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഈ അടുത്തിടെ എല്ലാവർക്കും അറിയാം, പൂനെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൽ ഇതുപോലെ ഒരു യുവ ദമ്പതികൾ ഒരു ഷോർട്ട് ഫിലിം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒരു റീല് ഷൂട്ടിംഗ് ചെയ്യുകയായിരുന്നു. അവരുടെ അപകടകരമായിട്ടുള്ള രംഗത്തിന് യാതൊരുവിധ സംരക്ഷണമോ ക്രമീകരണങ്ങളോ ഒന്നും ഇല്ലാതെയായിരുന്നു ഇവർ ഇത് ചെയ്തത്. അതായത് പെൺകുട്ടി യുവാവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആ ഒരു കൈ മാത്രം താങ്ങായിട്ടുള്ളൊരു സപ്പോർട്ടോടെ ഒരു കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ നിന്നും താഴോട്ടിങ്ങനെ തൂങ്ങിയാടുന്ന, അതായത് വായുവിലേക്ക് മിക്കവാറും സ്വതന്ത്രമായിട്ട് തൂങ്ങിയാടുന്ന ഒരു കാഴ്ച. അതിലും നിർഭയമായോ മണ്ടത്തരമായോ സ്റ്റണ്ടിനിടെ പെൺകുട്ടി പുഞ്ചിരിക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവർ ഇതൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടോ സോഷ്യൽ മീഡിയ റീലോ അതിന് വേണ്ടിയിട്ടാണോ ഷൂട്ട് ചെയ്യുന്നത് എന്ന് വ്യക്തമല്ല. എന്നിരുന്നാലും ഈ വീഡിയോ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തെങ്കിലും അശ്രദ്ധയിൽ പെൺകുട്ടിയുടെ ജീവിതം തന്നെ അപഹരിച്ചേക്കാവുന്ന വിഡ്ഢിത്തരമായിട്ടുള്ള ഈ ശ്രമത്തിനെതിരെ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ റീലിനെ പലരും അപലപിച്ചുകൊണ്ട് ധാരാളം കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ കൗമാരക്കാരായിട്ടുള്ള ജനക്കൂട്ടത്തിന് സംഭവിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. അതുപോലെ ഈ ബന്ധപ്പെട്ട ആൾക്കാർക്കെതിരെ കേസെടുക്കാനും നടപടിയെടുക്കുവാനും ഒക്കെ എല്ലാവരും പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റീലുകൾ സൃഷ്ടിക്കുന്നതിനും ഇതിൻ്റെ ശക്തി പരിശോധിക്കുന്നതിനുമൊക്കെ അതിനു വേണ്ടിയിട്ടായിരുന്നു പുനെയിലെ ജംബുൽവാടി എന്ന സ്ഥലത്തിലെ സ്വാമിനാരായണൻ മന്ദിറിന് സമീപമുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിലാണ് യുവാക്കളും ഈ യുവതിയും തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലേക്കാക്കാവുന്ന പോലെ ഈ റീൽസ് ഷൂട്ടിംഗ് ചെയ്തത്. റീലുകളുടെ നിർമ്മാണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതായിട്ട് നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടും നിരുത്തരവാദിത്വം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി അത്യാവശ്യമാണ്. ഈ സപ്പോർട്ടേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നേടുന്നതിൻ്റെ സന്തോഷത്തിനായി കുടുംബത്തിൻ്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുത്തുന്ന ഒരു മനോഭാവമാണിത്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രസ്തുത ദൃശ്യങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഭാരതീയ വിദ്യാപീഠ് പോലീസ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ സെക്ഷൻ 336, അതായത് മനുഷ്യൻ്റെ ജീവനോ വ്യക്തിഗത സുരക്ഷയ്ക്കോ അപകടമുണ്ടാകുന്ന രീതിയിൽ അശ്രദ്ധമായിട്ടുള്ള പൊതു ഉദ്ദേശം 34 എന്നിവ പ്രകാരമുള്ള വകുപ്പുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരം അശ്രദ്ധമായ പെരുമാറ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി പോലീസ് നിയമത്തിൻ്റെ തീവ്രത ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം അപകടകരമായ പ്രവർത്തനങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തി പിടികൂടാനുള്ള നടപടികൾ അധികൃതർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇതുപോലുള്ള വളരെ അപകടം പിടിച്ചതും സാഹസികവുമായിട്ടുള്ള പ്രവൃത്തികൾ ഈ റീലുകൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴേക്കും ഇവരുടെ മനസ്സിൽ അല്പം പോലും ഭയമില്ലാത്തത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമിനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ അപകടകരമായിട്ടുള്ള റീലുകൾ ചെയ്യുന്നതിൽ നിന്നും പല അപകടങ്ങളെ കൂടാതെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്? ഒന്നാമത് ശാരീരിക പരുക്ക്. അപകടകരമായിട്ടുള്ള സ്റ്റണ്ടുകൾ ചെയ്യുമ്പോൾ ഗുരുതരമായിട്ടുള്ള പരുക്കുകൾക്ക് മരണം വരെയും സംഭവിക്കാനുള്ള കാരണമായേക്കാം. അതുപോലെ തന്നെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ പോയി കുരുങ്ങാൻ സാധ്യതകളുണ്ട്. പല അപകടകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രാദേശിക നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നതായിരിക്കും. ഇത് പിഴയോ ജയിൽ ശിക്ഷയോ വരെ കൊണ്ടെത്തിക്കാം. പ്രത്യേകിച്ച് കുട്ടികളിലും യുവാക്കളിലുമൊക്കെ ഇങ്ങനത്തെ കാഴ്ചകൾ പങ്കുവെക്കുന്നത് വഴി അപകടകരമായിട്ടുള്ള പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം ഇതിനെതിരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ തന്നെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ അപകടകരമായിട്ടുള്ള ഉള്ളടക്കത്തിനെതിരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവയാണ്. ഹാനികരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചിത്രീകരിക്കുന്ന വീഡിയോകൾ ഡീമോണിറ്റൈസ് ചെയ്യപ്പെടുകയോ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യും. ഇത് ക്രിയേറ്ററിൻ്റെ വരുമാനത്തെ തന്നെ ബാധിക്കും. അതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഏർപ്പെടുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ക്രിയേറ്ററിൻ്റെ റെപ്യൂട്ടേഷനെ വളരെ
മോശമായുള്ള രീതിയിൽ തന്നെ ബാധിക്കുകയും സ്പോൺസർമാരിൽ നിന്നൊക്കെ വിമർശനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. യൂട്യൂബിൽ റീലുകളിൽ കണ്ട ഒരു സ്റ്റണ്ട് ആരെങ്കിലും അതുപോലെ ചെയ്യാനോ അനുകരിക്കാനോ ആയിട്ടോ ശ്രമിച്ച് പരുക്ക് പറ്റിയാൽ ഉള്ളടക്കത്തിൻ്റെ ക്രിയേറ്റർക്കെതിരെയുള്ള കേസ് ഉണ്ടാകാനും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും നേരിടാനും ഇടയാകും. അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള നിരന്തരമായിട്ടുള്ള റീലുകൾ സൃഷ്ടിക്കുന്നത് വഴി മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സ്, ആശങ്ക തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. ചുരുക്കി പറഞ്ഞാൽ അപകടകരമായിട്ടുള്ള റീലുകൾ ശ്രദ്ധയും കാഴ്ചകളുമൊക്കെ നേടാനായിട്ട് വളരെയധികം സഹായിക്കുമെങ്കിലും സാധ്യതയുള്ള അപകടങ്ങളും അസൗകര്യങ്ങളും പലപ്പോഴും നമ്മളുടെ ജീവനെ തന്നെ എടുക്കാനായിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളത് ഇങ്ങനത്തെ ഈ ധൈര്യം സംഭരിച്ചിട്ട് ഇതുപോലെ റീലുകൾ ചെയ്യുന്ന യുവതലമുറ ഇതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചിട്ട് തീരെയും കൂട്ടാക്കാതെ അവർ ജീവിതത്തിനെ ദൈവത്തിനെയും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതുപോലെ പല പല വാർത്തകളും എന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇത് കണ്ടപ്പോൾ എല്ലാവരുമായിട്ടൊരു വീഡിയോ ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അതിന് വേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് ഇനിയും വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു.